യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിലെ നീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് സാധാരണ ചോദിക്കുന്നതാണ്. യൂണിറ്റ് ഓഫ് തേർമൽ കണ്ടക്ടിവിറ്റി. തേർമൽ കണ്ടക്ടിവിറ്റി, സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, ഇതൊക്കെ സാധാരണ യൂണിറ്റ്സ് അതുപോലെ തന്നെ ഡയമെൻഷൻസ് ഒക്കെ സാധാരണ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റി വരുന്ന എന്തെങ്കിലും ഒരു ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത്. യൂണിറ്റ് നേരിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് വരുന്ന ഏതെങ്കിലും ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. ആ ഫോർമുല എഴുതിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കൂ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് Q/T ദാറ്റ് ഈസ് ഈക്വൽ ടു KA. ഇത് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ അതിൽ ഈ Q/T പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് പെർ യൂണിറ്റ് ടൈമാണ്, അതായത് അത് പവറാണ്. ഓക്കെ, റേഡിയേഷൻ പവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഹീറ്റ് റേഡിയേഷൻ അല്ല, അവിടെ എന്താ കണ്ടക്ഷനാണ്. അപ്പോൾ ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ യൂണിറ്റ് ടൈം, അത് വാട്ട്സിലാണ് മെഷർ ചെയ്യുക. പിന്നെ ഇതെന്താ, ഈ തെർമൽ കണ്ടക്ടിവിറ്റി K, അത് ഞാൻ ഇവിടെ ഇട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയുടെ മീറ്റർ സ്ക്വയർ, ടെമ്പറേച്ചർ കെൽവിൻ, പിന്നെന്താ മീറ്റർ. അപ്പോൾ ഈ മീറ്റർ കട്ടായി പോയി കഴിഞ്ഞാൽ നേരെ മീറ്റർ കെൽവിൻ വരും. അത് താഴെ വരുമ്പോൾ വാട്ട് മീറ്റർ റേസ് -1 കെൽവിൻ റേസ് -1. അപ്പോൾ വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, Q/T എന്താ, റേറ്റ് ഓഫ് റേഡിയേഷൻ. ഓക്കെ, പിന്നെ ഇതെന്താ, ദിസ് ഈസ് സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്, പിന്നെ ഏരിയ T⁴. ഓക്കെ, അപ്പോൾ അതിൽ ഈ സിഗ്മയുടെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് Q/T ഡിവൈഡ് ബൈ A T⁴ ആണ്. അതിൽ Q/T പറഞ്ഞാൽ വാട്ട്സിലാണ്, ഏരിയ മീറ്റർ സ്ക്വയറിലാണ്, ടെമ്പറേച്ചർ കെൽവിനിലാണ്. അപ്പോൾ വാട്ട് മീറ്റർ റേസ് -2 കെൽവിൻ റേസ് -4 ഓർ വാട്ട് മീറ്റർ സ്ക്വയർ കെൽവിൻ റേസ് ടു 4. ഓക്കെ, ഇത് വരും. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല ആസ് പ്രഷർ ഈസ്. പ്രഷർ പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അതേ ഡയമെൻഷൻ ഉള്ളത് തീർച്ചയായിട്ടും യങ്സ് മോഡ്യൂലസ് ആണ്. മോഡ്യൂലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിനാണ്. സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. സ്ട്രെസ് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ദ സെയിം ഡയമെൻഷണൽ ഫോർമുല ആസ് പ്രഷർ ഈസ് ദിസ് വൺ, യങ്സ് മോഡ്യൂലസ്. Okay, the dimensions of ml T⁻², A⁻², belong to the പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ്, മാഗ്നറ്റിക് പെർമിയബിലിറ്റി, ഇലക്ട്രിക് പെർമിറ്റിവിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്. ഇവിടെ നോക്കാം. രണ്ട് പാരലൽ സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ0 I1 I2 ഡിവൈഡ് ബൈ R ആണ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താണോ, ഈ എഫ് അല്ല, ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ F ഡിവൈഡഡ് ബൈ L എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി യൂണിറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല പറയുമ്പോൾ ഇത് ലെങ്ത് ഡയമെൻഷൻ, ഇതും ലെങ്ത്തിന്റെ ഡയമെൻഷൻ, അത് കളയാം. ഓക്കെ, അപ്പോൾ ഇനി μ0യുടെ ഡയമെൻഷണൽ ഫോർമുല പറഞ്ഞാൽ ഫോഴ്സിൻ്റെ എന്താ വരിക, ഫോഴ്സിൻ്റെത് mLT⁻². ഓക്കെ, പിന്നെ ഇത് എന്താ ആംബിയർ ആണ്, ഇതും ആംബിയർ ആണ്. അപ്പോൾ എ ആണ് കറണ്ടിന്റെ ഡയമെൻഷൻ ആയിട്ട് അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ A² വരും. അത് ഇങ്ങോട്ട് വരുമ്പോഴെന്താ, അത് ഇങ്ങോട്ട് വരുമ്പോൾ A⁻² വരും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്താ പെർമിയബിലിറ്റി. റൈറ്റ്, μ0 പറയാം. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് C, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. G, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് പലയിടത്തും വരുന്നുണ്ട് ഈ ഡയമെൻഷണൽ ഫോർമുലയിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ E²/4πε0. E²/4πε0 പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി FR². ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ കിട്ടണം. ഓക്കെ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ കിട്ടണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ലെങ്ത് എന്താ C⁻x G⁻y പിന്നെ E²4πε0 വിചാരിച്ചു. ഓക്കെ, അതിൽ C പറഞ്ഞാൽ എന്താ, വെലോസിറ്റി. എന്ത് വെലോസിറ്റി ആണെങ്കിൽ LT⁻⁻1. LT⁻⁻1.
പിന്നെയുള്ളത് ജി എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2. പിന്നെയുള്ളത് എന്താ, ഇത് എഫ് ആർ സ്ക്വയർ ആ. എഫ് എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു മൈനസ് 2 അല്ലേ. പിന്നെ എൽ സ്ക്വയർ ആ. അപ്പൊ എം എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2, എം എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 2. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആദ്യം എമ്മിന്റെ ഡയമെൻഷൻ നോക്കാം. എമ്മിന്റെ ഇവിടെ മൈനസ് വൈ ഉണ്ട്, ഇവിടെ സെഡ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇല്ല. അപ്പൊ മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0. ഓക്കെ, അവിടെ നമുക്ക് എന്താ കിട്ടുക, വൈ ഈക്വൽ ടു സെഡ് എന്ന് കിട്ടും. വൈ ഈക്വൽ ടു സെഡ്. ഓക്കെ, ഇനി എല്ലിന്റെ പവർ നോക്കാം. ഓക്കെ, ഈ എല്ലിന്റെ പവർ എന്താ, എല്ലിന്റെ പവർ ഇവിടെ എക്സ് ആണ്, ഇവിടെ 3y ആണ്, ഇവിടെ എന്താ 3z ആണ്. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 3y പ്ലസ് 3z ഈക്വൽ ടു 1. ഓക്കെ, അതിന് വൈയും സെഡും ഈക്വലാ. അപ്പൊ ഈ സെഡിന് പകരം എനിക്ക് y കൊടുക്കാം. അപ്പൊ 3y പ്ലസ് 3y 6y. അപ്പൊ എക്സ് പ്ലസ് 6y ഈക്വൽ ടു 1 വരും. ഓക്കെ, എക്സ് പ്ലസ് 6y ഈക്വൽ ടു 1 വരും. ഇനി നമുക്ക് ടിയുടെ നോക്കാം. ഓക്കെ, ആ ടിയുടെ എന്താ, ടിയുടേത് ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, പിന്നെ എന്താ ഇവിടെ മൈനസ് 2y ഉണ്ട്. ഓക്കെ, ഇവിടെ മൈനസ് 2z ഉണ്ട്. ഓക്കെ, മൈനസ് എക്സ് മൈനസ് 2y മൈനസ് 2z. അതിൽ ആ സെഡിന് പകരം നമുക്ക് y കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് 2y മൈനസ് 2y. അപ്പൊ മൈനസ് എക്സ് മൈനസ് 4y ഈക്വൽ ടു 0. മൈനസ് എക്സ് മൈനസ് 4y ഈക്വൽ ടു 0. ഓക്കെ, അതായത് എക്സ് പ്ലസ് 4y ഈക്വൽ ടു 0. അതാണ് ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നത്, എക്സ് പ്ലസ് 4y ഈക്വൽ ടു 0. നോക്കൂ, എക്സ് പ്ലസ് 6y ഈക്വൽ ടു 1 ആണ്, അതിൽ എക്സ് പ്ലസ് 4y ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതിന് എന്താ കിട്ടിയത്, 2y ഈക്വൽ ടു 1 കിട്ടും. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ മതി, 2y ഈക്വൽ ടു 1 കിട്ടും. അപ്പൊ y ഈക്വൽ ടു 1/2 കിട്ടും. y എത്രയാണോ അത് തന്നെയാണ് z. അപ്പൊ y ഈക്വൽ ടു 1/2 കിട്ടും, z ഈക്വൽ ടു 1/2 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 4y ആ. ഓക്കെ, അതിൽ y 1/2 ആണെങ്കിൽ മൈനസ് 4 ഇൻറ്റു 1/2 പറഞ്ഞാൽ മൈനസ് 2 വരും. എക്സ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് സി റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1/c² അടിയിൽ വരണം. ഓക്കെ, മറ്റതെന്താ, y റേസ് ടു ഹാഫ് z റേസ് ടു ഹാഫ്, അത് രണ്ടും മേലെ വരണം. ഓക്കെ, അതായത് ദിസ് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ഫോഴ്സ് എഫ്, വെലോസിറ്റി വി ആൻഡ് ടൈം ടി ആർ ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ദ ഡയമെൻഷൻസ് ഓഫ് മാസ് ആർ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു വലിയ പ്രയാസമില്ലാന്ന് തോന്നുന്നു. അതായത് നമുക്ക് മാസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ എഫ് ടി ബൈ വി വരും. എഫ് ടി ബൈ വി പറഞ്ഞാൽ എഫ് റേസ് ടു 1 ടി റേസ് ടു 1 വി റേസ് ടു മൈനസ് 1. ഓക്കെ, എഫ് റേസ് ടു 1 പിന്നെന്താ ടി റേസ് ടു 1 വി റേസ് ടു മൈനസ് 1. This one. Okay, ഇനി അടുത്തത് the dimensions of half epsilon 0 e square, where epsilon 0 is the permittivity of free space and e is the electric field intensity. ഇത് എനർജി ഡെൻസിറ്റിയാ, അതായത് എനർജി പെർ യൂണിറ്റ് വോളിയം. ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ml² t raised minus 2, യൂണിറ്റ് പെർ വോളിയം എന്ന് പറഞ്ഞാൽ എൽ ക്യൂബ്. അപ്പോൾ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. ഓക്കെ, എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2, m l raised to minus 1 t raised to minus 2. Okay, ഇനി അടുത്തത് the velocity of a particle is given by v equal to at plus b divided by t plus c. Only similar quantities can be added. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ ഈ ടിയും സിയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം c must be having the dimensions of time. അപ്പോൾ c എന്തായാലും ടൈമാണ്, ടൈമിൻ്റെ ഡയമെൻഷനാണ് ഉണ്ടാവേണ്ടത്. പിന്നെ ഇത് വെലോസിറ്റിയാണ്, അതിൽ ഈ സാധനം ടൈം ആണെങ്കിൽ മേലെ കിടക്കുന്ന ബി എന്താവണം, ബി മസ്റ്റ് ബി എൽ, അതായത് ഡിസ്റ്റൻസ് ആവണം, ഡയമെൻഷൻ എൽ ആവണം. അപ്പോൾ സി മസ്റ്റ് ബി ദ ഡയമെൻഷൻസ് ഓഫ് ടൈം, ബി മസ്റ്റ് ബി ദ ഡയമെൻഷൻസ് ഓഫ് ഡിസ്റ്റൻസ്, അതായത് എൽ. പിന്നെന്താ വി ഈക്വൽ ടു എ ടി എന്നാ. ഓക്കെ, എല്ലാ ടേമിനും ഒരേ ഡയമെൻഷൻ ആവുന്ന. അപ്പോൾ വെലോസിറ്റിയുടെ അതേ ഡയമെൻഷനാണ് എ ടിക്ക് ഉണ്ടാവുക. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്താവും, വെലോസിറ്റി ബൈ ടൈം, അതായത് ആക്സിലറേഷൻ ആവണം. അവരിപ്പോൾ ചോദിക്കുന്നത് എന്താ, എ ബി സി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ് എൽ ടി റേസ് ടു മൈനസ് 2, ബി എന്ന് പറഞ്ഞാൽ എൽ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് 2 എൽ സി, എൽ ടി റേസ് ടു മൈനസ് 2 എൽ ആൻഡ് സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. An equation is given by p plus a by v square equal to b theta by v. Similar quantities മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാകുമ്പോൾ p plus a by v square ഉണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഫോർ p must be same as the dimensional formula for a by v square. അതായത് p equal to a by v square പറയാം. അപ്പോൾ a എന്ന് പറഞ്ഞാൽ p v square ആ.
ഓക്കെ, ദേ ഡയമെൻഷണൽ ഫോർമുല ഫോർ പി ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഫോർ എ ബൈ വി സ്ക്വയർ. ഓക്കെ, അതിൽ ഈ വി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഫോർ എ ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഫോർ പി വി സ്ക്വയർ. അതിൽ പി വി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം, അത് ഡയമെൻഷൻസ് ഓഫ് എനർജി ആണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ആണ്. എം എൽ സ്ക്വയർ ടി റേസ് ടു -2. പിന്നെ ഒരു വോളിയം വരും എൽ ക്യൂബ്. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 പറഞ്ഞാൽ പി വി, പിന്നെ ഒരു വോളിയം എൽ ക്യൂബ്. അപ്പോൾ എം എൽ റേസ് ടു 5 ടി റേസ് ടു -2, എൽ റേസ് ടു 5 ടി റേസ് -2. ഓക്കെ, ഇനി അടുത്തത്, ഇത് വളരെ പോപ്പുലർ ക്വസ്റ്റൻ ആണ്, സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ? എക്സ് റേസ് ടു 1 ആണ് കേട്ടോ, എക്സ് റേസ് ടു 1. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പവർ എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എ പ്ലസ് ഹാഫ് ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബി പ്ലസ് 1/3 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സി പ്ലസ് 3 ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡി. പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ആ പവർ എടുത്തിട്ട് നേരെ അങ്ങ് എഴുതുക. ഓക്കെ, ഇതാ ഈ 1 ഇൻറ്റു പെർസെൻറ്റേജ് നോട്ട് ചേഞ്ച്, പെർസെൻറ്റേജ് എററാ കേട്ടോ, ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞേ. ചേഞ്ച് ആണെങ്കിലും കറക്റ്റാ, പക്ഷേ ചേഞ്ച് ഷുഡ് ബി വെരി സ്മോൾ, അപ്പോൾ മാത്രമേ പറ്റൂ എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എക്സ്, 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എ, ഹാഫ്, അങ്ങനെ കൊടുത്തു. ആ പവർ എടുത്ത് എഴുതി. അഗെയിൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഓർ ദ പെർസെൻറ്റേജ് എറർ ഈസ് വെരി സ്മോൾ. ആ ചെറുതാകുമ്പോൾ മാത്രമേ ഇത് പറ്റുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പവർ എടുത്ത് അപ്ലൈ ചെയ്യൽ. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ആർ 1%, 2%, 3%, 4% ഓർഡറിൽ തന്നിരിക്കുക. മനസ്സിലായി? അപ്പോൾ കാൽക്കുലേഷനൊക്കെ വളരെ സിമ്പിളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ 2 ഇൻറ്റു 1, ഓക്കെ, ഇതാ അതിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാഫ് ഇൻറ്റു 2 അതിവിടെ എഴുതിയിട്ടുണ്ട്. 1/3 ഇൻറ്റു 3 ഇതാ അതിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ 3 ഇൻറ്റു 4 ഇവിടെ എഴുതി. 3 ഇൻറ്റു 4 പറഞ്ഞാൽ 12 പ്ലസ് 1 എത്രയാ? ദാറ്റ് ഈസ് 13 പ്ലസ് 1 എത്രയാ? ദാറ്റ് ഈസ് 14 പ്ലസ് 2 എത്രയാ? 16%. 16% പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, എ സ്റ്റുഡൻറ്റ് മെഷേർഡ് ദ ഡയമീറ്റർ ഓഫ് എ സ്മോൾ സ്റ്റീൽ ബോൾ യൂസിങ് എ സ്ക്രൂ ഗേജ് of least count 0.001 centimeter. The main scale reading is 5 millimeter and 0 of circular scale division coincides with 25 divisions above the reference level. Okay, 25 divisions above the reference level. If screw gauge has a zero error of minus 0.004 centimeter, the correct diameter of the ball is. അതിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്നാ. അതിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 5 millimeter. ഓക്കെ, അപ്പോൾ 5 millimeter ആൻഡ് 0 ഓഫ് ദ 5 millimeter ഞാൻ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 0.5 വരും. കുഴപ്പമില്ലല്ലോ. പിന്നെ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എന്താ? 25 ഇൻറ്റു നമുക്ക് എന്താ പറയാം? ലീസ്റ്റ് കൗണ്ട് എത്രയാ? ദാറ്റ് ഈസ് 0.001 centimeter. പിന്നെ നമ്മൾ 0 എറർ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അതെത്രയാ? -0.004 centimeter എന്നാ. 0.004 centimeter. ഓക്കെ, പിന്നെ അപ്പോൾ ഇത് 0.525 പ്ലസ് അപ്പോൾ 0.004 പറഞ്ഞു കഴിഞ്ഞാൽ 0.529 centimeter വരും. ഓക്കെ, 0.529 centimeter. ഓക്കെ, ദിസ് വൺ. ഇനിയിപ്പോൾ എന്താന്ന്, ഇവിടെ ഒരു വിശേഷപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് ഇവിടെ ഈ 0 എറർ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ നമ്മളുടെ ഈ മാർക്കർ ഇപ്പോൾ ഇവിടെ നോക്കൂ. നമുക്ക് ഇവിടെ ഇത് 0 ഉണ്ട്, ദിസ് ഈസ് 1 ഉണ്ട്, ദിസ് ഈസ് 2 ഉണ്ട്, ദിസ് ഈസ് 3 ഉണ്ട്, ആൻഡ് ദിസ് ഈസ് -1 ഉണ്ട്, ദിസ് ഈസ് -2 ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് 4 ഉണ്ട് എന്ന് വിചാരിച്ചു. 4. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് 4 യൂണിറ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ 0-ൽ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ, നമുക്ക് ഇതിന് എന്താ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു സാധനം 0-ൽ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ പറയാം 0 നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. ഈ മെഷർമെൻറ്റ് തുടങ്ങുന്നത് 0-ൽ നിന്നാണെങ്കിൽ ഇപ്പോൾ 4 യൂണിറ്റ്സ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ആ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടം വരെ വരും. അപ്പോൾ ഇത് ചെന്ന് നിൽക്കുന്നത് 4-ലാണ്. മനസ്സിലായില്ലേ? തുടങ്ങുന്നത് 0-ലാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാ? 4 യൂണിറ്റ്സ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 നിന്നാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും? 4 യൂണിറ്റ് ആണെങ്കിൽ 5 ചെന്ന് നിൽക്കും. മനസ്സിലായില്ല? അപ്പോൾ ഈ 0 എറർ എന്ന് പറയുന്നത് 1 നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 5 പോയി നിന്നു. അപ്പോൾ ലെങ്ത്ത് എത്രയാ? 5 - 1 അല്ലേ? മനസ്സിലായില്ലേ? നമ്മൾ തുടങ്ങേണ്ടത് 0 എന്ന് തുടങ്ങുന്നതിന് പകരം 1 എന്ന് തുടങ്ങി 5 പോയി നിൽക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ലെങ്ത്ത് 5 ആണെന്നല്ലല്ലോ.
5 - 1 4 ലെങ്ത് ഉണ്ടാവുള്ളൂ. ഇനി അതിന് പകരം എന്താണെന്നോ, ഇപ്പോൾ -2 എന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. -2 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 2ൽ പോയി നിൽക്കും ദാ ഇവിടെ. ഓക്കെ, അപ്പോൾ നോക്കൂ, തുടങ്ങിയത് -2ൽ നിന്നാണ്. നമ്മളുടെ റീഡിങ് 2 മാത്രമേ ഉള്ളൂ, പക്ഷെ ആക്ച്വൽ വാല്യൂ എന്താ 2. പിന്നെ ആ നെഗറ്റീവ് -2 അല്ലേ, -2 എന്നല്ലേ തുടങ്ങിയത്, അപ്പോൾ അത് കാരണം 4 യൂണിറ്റ്സ് വരും. ഇപ്പൊ അതേപോലെ ഇത് -0.004 എന്നാ തുടങ്ങിയത്, മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് കിട്ടുന്ന റീഡിങ് പ്ലസ്, ഇപ്പൊ നമ്മൾ നോക്കൂ, റീഡിങ് 2 ആണ്, തുടങ്ങിയത് -2 എന്നാ, അപ്പൊ അത് കാരണം 4 യൂണിറ്റ്സ് അല്ലേ ലെങ്ത്. അതേപോലെ നമ്മളുടെ റീഡിങ് എത്രയാ, 0.525 ആ, പക്ഷെ നമ്മൾ തുടങ്ങിയത് എവിടുന്ന, -0.004 എന്നാ. അപ്പൊ ആക്ച്വൽ എത്രയാ, ആ 0.525ന്റെ കൂടെ ഇതുകൂടെ ആഡ് ചെയ്യേണ്ടി വരും, 0.529 സെന്റിമീറ്റർ. അതായത് ഈ 0 എറർ ഉണ്ടല്ലോ, 0 എററിന്റെ സീറോ എററിന്റെ ഐഡിയ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ ദ മെഷർമെന്റ് ഓഫ് മാസ് ആൻഡ് സ്പീഡ് ആർ 2% and 3% റെസ്പെക്റ്റീവ്ലി. വളരെ കോമൺ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, the error in kinetic energy obtained by measuring mass and speed will be. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, കൈനറ്റിക് എനർജി K = ½ mv². അപ്പോൾ കെയുടെ പവർ എത്രയാ, കെയുടെ പവർ 1 ആണ്. അപ്പോൾ 1 × പെർസെൻറ്റേജ് എറർ ഇൻ K = 1 × പെർസെൻറ്റേജ് എറർ ഇൻ M + 2 × പെർസെൻറ്റേജ് എറർ ഇൻ V. ഓക്കെ, അപ്പോൾ 1 × പെർസെൻറ്റേജ് എറർ ഇൻ മാസ് 2 ആണ്, പിന്നെ 2 × പെർസെൻറ്റേജ് എറർ ഇൻ വെലോസിറ്റി 3 ആണ്. അപ്പോൾ 2 × 3 എത്രയാ, 6 + 2 പറഞ്ഞാൽ 8%. ഓക്കെ, അപ്പോൾ 8% പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ആൻസർ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഇൻ വേർണിയർ കാലിപ്പേഴ്സ് n ഡിവിഷൻസ് ഓഫ് വേർണിയർ സ്കെയിൽ കോയിൻസൈഡ്സ് വിത്ത് എന്താ n-1 ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ. ഓക്കെ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. നേരത്തെ പറഞ്ഞില്ലേ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ -1 വേർണിയർ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ, അല്ലെങ്കിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വേർണിയർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n VSD = n-1 MSD. അപ്പോൾ 1 VSD എന്ന് പറഞ്ഞാൽ n-1/n MSD. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 MSD - 1 VSD. അപ്പോൾ 1 MSD - n-1/n MSD. ഓക്കെ, അപ്പോൾ 1 MSD/n. ഓക്കെ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വേർണിയർ സ്കെയിലാണ്. ഓക്കെ, അതിൽ അപ്പോൾ നമുക്ക് എന്ത് വരും, 1/n MSD വരും. ഇനി ഒരു MSD പറഞ്ഞാൽ അത് 1/10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു നമുക്ക് കിട്ടിയത് 1 MSD/n ആ. അപ്പോൾ 1/n പിന്നെ 1 MSD പറഞ്ഞാൽ 1/10 സെന്റിമീറ്റർ, അതായത് 1 മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ 1/10n സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 1/10n സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, ഇതാണ് ആൻസർ. അവിടെ നോക്കൂ, ഈ 10ഉം n ഉം രണ്ടും ഡിനോമിനേറ്ററിലാണ് ആക്ച്വലി കേട്ടോ, രണ്ടും ഡിനോമിനേറ്ററിലാണ് അവിടെ.